ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന യുവാക്കളുടെ എണ്ണത്തിലെ വർധനവ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഈ ട്രെൻഡിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൺഎംപ്ലോയ്മെന്റ്. തൊഴിലെടുക്കാൻ താല്പര്യമുള്ള, സജീവമായി തൊഴിലന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടാവുകയും അവർക്ക് ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ് പലതരത്തിലുണ്ട്. സീസണൽ, ഫ്രിക്ഷണൽ, സ്ട്രക്ചറൽ, ഡിസ്ഗൈസ്ഡ്, സൈക്ലിക്കൽ, എഡ്യൂക്കേറ്റഡ് എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടവ. നമുക്ക് ഓരോന്നായി നോക്കാം. ഒരു വർഷത്തിലെ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ജോലി അവൈലബിൾ ആകുന്ന അവസ്ഥയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ഫാമിങ്ങും ടൂറിസവും ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ടും സീസണിൽ പീക്ക് ആകുന്ന മേഖലകളാണല്ലോ. പിന്നെയുള്ളതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഒരു വ്യക്തി നിലവിലെ ജോലി രാജിവെച്ച് മറ്റൊരു ജോലി അന്വേഷിക്കുമ്പോഴുണ്ടാകുന്ന ഷോർട്ട് ടേം അൺഎംപ്ലോയ്മെന്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. നല്ലൊരു ജോലി അന്വേഷിക്കുന്ന ഫ്രഷ് ഗ്രാജുവേറ്റ്സും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത്തരം അൺഎംപ്ലോയ്മെന്റ് മിക്ക കേസസിലും വോളണ്ടറിയാണ്. കാരണം ഒരാൾ തൻ്റെ സ്കില്ലിനും പ്രിഫറൻസിനും ചേരുന്ന ജോലിക്കായി അന്വേഷിക്കുമ്പോഴാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത്. അതിന് സ്റ്റേറ്റിന്റെ എക്കണോമിക് കണ്ടീഷനുമായി യാതൊരു ബന്ധവുമില്ല. ഇത്തരം അൺഎംപ്ലോയ്മെന്റ് അൺഅവോയ്ഡബിളും നാച്ചുറലുമാണ്. 25,000 രൂപ സാലറി വാങ്ങുന്ന ഒരു എഞ്ചിനീയർ നിലവിലെ ജോലി രാജിവെച്ച് ബെറ്റർ സാലറി ജോലി അന്വേഷിക്കുന്നതും ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് നാട്ടിൽ തന്നെ ഒരു ജോലി കിട്ടാനായി കാത്തിരിക്കുന്നതും ഇതിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ആളുകളുടെ സ്കില്ലുകൾക്കനുസരിച്ച് ജോലികൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാതിരിക്കുന്ന അവസ്ഥയാണിത്. പ്രിന്റിംഗ് മേഖലയിൽ ഹൈ എൻഡ് പ്രിന്റേഴ്സ് വരുമ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ അറിയാത്ത ട്രഡീഷണൽ പ്രിന്റിംഗ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാകുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റിന് ഉദാഹരണമാണ്. ഒരു ഫീൽഡിൽ ആവശ്യമുള്ളതിനേക്കാൾ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ചില ആളുകൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്താലും ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഓർ ഔട്ട്പുട്ടിനെ അത് ബാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാമിൽ 6 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അവിടെ പക്ഷേ 3 പേർക്കുള്ള ജോലി മാത്രമേ ഉള്ളുവെങ്കിൽ മറ്റു 3 പേരും ഡിസ്ഗൈസ്ഡ് കാറ്റഗറിയിലാണ് വരിക. അവർക്ക് കാര്യമായി ഒരു ജോലിയും ചെയ്യാനില്ല എന്നതിനാൽ തന്നെ പ്രാക്ടിക്കൽ ടേംസിൽ അത് അൺഎംപ്ലോയ്മെന്റിന്റെ സൂചനയാണ്. അഞ്ചാമത്തേതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. എക്കണോമി മോശമായിരിക്കുമ്പോഴോ മാന്യമുള്ളപ്പോഴോ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് ഇത്. കമ്പനികൾക്ക് ലാഭമില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഹയറിംഗ് നിർത്തും. കുറേ പേരെ പിരിച്ചുവിടും. അത് തൊഴിലാളികളുടെ തെറ്റുകൾ കൊണ്ടോ ഇന്നെഫിഷ്യൻസി കൊണ്ടോ അല്ല. ന്യൂസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാകും, നിലവിൽ ലോകത്തിലെ പല മുൻനിര കമ്പനികളിലും ഈ സാഹചര്യമുണ്ട്. അവസാനത്തേത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഡിഗ്രിയും ക്വാളിഫിക്കേഷനും ഉണ്ടായിട്ടും ആളുകൾക്ക് ജോലി കിട്ടാത്ത അവസ്ഥയാണ് ഇത്. നിലവിൽ എത്രയോ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ അവരുടെ ക്വാളിഫിക്കേഷൻ ഫിറ്റ് ആകുന്ന ജോലി കിട്ടാതെ ഇരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഉദാഹരണം. സ്കിൽഡ് ആൻഡ് എഫിഷ്യൻ്റ് ആയ യൂത്താണ് ഏതൊരു രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ സ്ട്രെങ്ത്. അവർക്ക് ജോലിയില്ലാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ആ രാജ്യത്തിൻ്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും ഗുരുതരമായി ബാധിക്കും. ഈ സാഹചര്യം ഒഴിവാക്കാൻ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ കേന്ദ്രം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കൂടുതൽ ഇടപെടലുകൾ അത്യാവശ്യമാണ്. അൺഎംപ്ലോയ്മെന്റ് തടയാൻ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.